പയ്യന്നൂരിൽ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ CPM-നെ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ അതിന് പിന്നാലെ വീണ്ടും CPM-ന് തിരിച്ചടി ഉണ്ടായിക്കൊണ്ട് അല്ലെങ്കിൽ തിരിച്ചടിയോടുകൂടി ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ RMP-യിൽ ചേരാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം RMP എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ പറയുന്ന കുഞ്ഞികൃഷ്ണനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ മറ്റൊരു TP ചന്ദ്രശേഖർ ആകുമോ കുഞ്ഞികൃഷ്ണൻ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഏറുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി എന്തായിരിക്കാം പയ്യന്നൂരിലെ ഈ പറയുന്ന CPM-ന്റെ കോട്ട തകരാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹർഷ പറഞ്ഞതുപോലെ കുഞ്ഞികൃഷ്ണൻ പാർട്ടി മാറാനുള്ള സാധ്യതകളിലേക്കാണ് ഈ വിരൽ ചൂണ്ടുന്നതെല്ലാം. പക്ഷെ അത് പാർട്ടിയുടെ പതനത്തിലേക്ക് പോകുമോ എന്ന് ചോദിച്ചാൽ പാർഷ്യലി യെസ് എന്ന് ഞാൻ പറയും. കാരണം കുഞ്ഞികൃഷ്ണൻ ശരിയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യർ പയ്യന്നൂരിലുണ്ട്. അത് അദ്ദേഹത്തിന് നേരിട്ടും അല്ലാതെയും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും സപ്പോർട്ടായി മുന്നോട്ട് വരുന്ന പ്രവർത്തകരുടെ എണ്ണവും വ്യാപ്തിയും ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കുഞ്ഞികൃഷ്ണന്റെ കാര്യം നമ്മൾ ആദ്യം മുതൽ പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഗതി, ഭാവിയിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും, അദ്ദേഹത്തിനെ എങ്ങനെയാണ് പാർട്ടി നേരിടാൻ പോകുന്നത് എന്ന്. 30 വർഷത്തോളം പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അയാളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടായിരുന്നില്ല, അദ്ദേഹം ചെയ്ത തെറ്റുകൾ കൊണ്ടായിരുന്നില്ല, അദ്ദേഹം ആരോടെങ്കിലും മോശമായി പെരുമാറിയത് കൊണ്ടോ ഫണ്ട് തട്ടിച്ചത് കൊണ്ടോ ആയിരുന്നില്ല. മറ്റൊരു വ്യക്തി അത് ഒരു തട്ടിപ്പ് ചെയ്തു അല്ലെങ്കിൽ പാർട്ടിയിൽ കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിലാണ് അയാൾ പുറത്താക്കപ്പെട്ടത്. അപ്പോഴും അദ്ദേഹം പറയുന്നത് എന്റെ പാർട്ടിക്ക് തെറ്റുപറ്റില്ല, ഞാൻ പാർട്ടിക്കൊപ്പമാണ്, പാർട്ടി വിജയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇത്തരം പുഴുക്കുത്തുകളെ മാറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ പാർട്ടി അത് ചെവി കൊണ്ടിട്ടില്ല, അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ്. അദ്ദേഹം പോകുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് RMP-യിലേക്കാണ്. ഇതിനെപ്പറ്റി സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല. എന്നാലും RMP-യിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൂടുതലായും കേൾക്കുന്നത്. നമുക്കറിയാം TP ചന്ദ്രശേഖരന്റെ പാർട്ടി, നമ്മൾ ഇതെല്ലാം കണക്ട് ചെയ്യുന്ന അവിടേക്ക് തന്നെയാണ്. നമ്മൾ അന്ന് പറഞ്ഞു 51 വെട്ടിന് വെട്ടിക്കൊന്ന TP ചന്ദ്രശേഖരന്റെ ഗതി ആകുമോ കുഞ്ഞികൃഷ്ണൻ എന്ന് ഹർഷ എന്നോട് ചോദിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇത് തന്നെയാണ് സാഹചര്യം. ഇപ്പോൾ ജീവന് ഭീഷണിയുണ്ടെന്ന് കുഞ്ഞികൃഷ്ണൻ പറയുന്നുണ്ട്. ഹൈക്കോടതിയിൽ തന്റെ പുസ്തക പ്രകാശനത്തിനായി ഒരു സെക്യൂരിറ്റി ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം അദ്ദേഹത്തിന് ജീവന് ഹാനിയുണ്ട്, അല്ലെങ്കിൽ അയാളുടെ സ്വകാര്യ ജീവിതത്തിന് ഹാനി ഉണ്ടെന്ന് അറിയാവുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ CPM എന്ന പാർട്ടി ഇങ്ങനെ പോവുകയാണെങ്കിൽ എവിടെ ചെന്നെത്തുമെന്നാണ്, എത്ര നാൾ പേടിപ്പിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള ചോദ്യമാണ് ബാക്കിയാവുന്നത്. അതെ, കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകയുമായി സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഏതാണ്ട് അധപതനത്തിലേക്ക് അവസാനത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം മറ്റൊരു സബ്ജക്റ്റുമായി ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, അതായത് ആതിരയോട് സംസാരിച്ചപ്പോൾ ആതിര പറഞ്ഞത് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധപതനമോ അല്ലെങ്കിൽ ഇല്ലാതാവലോ ഒരിക്കലും ഉണ്ടാകില്ല. പക്ഷേ ഇന്നത്തെ ആശയങ്ങൾ ഉയർത്തിക്കൊണ്ടു പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിനപ്പുറത്തേക്ക് നല്ല പല കമ്മ്യൂണിസ്റ്റുകാരും ഉയർന്നു വരികയും ഇന്നത്തെ ആശയങ്ങൾ മാറ്റി യഥാർത്ഥമായ ഒരു CPM എന്തായിരുന്നു അല്ലെങ്കിൽ LDF മുന്നണി എന്തായിരുന്നു അത് ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ ആണെങ്കിൽ പോലും അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പെട്ടെന്ന് ഒരു പാർട്ടി മാറലോ അല്ലെങ്കിൽ മത്സരിക്കലോ ഒന്നും തന്റെ ഭാഗത്തൊന്നും ഉണ്ടാകാനുള്ള സാധ്യതകളില്ല എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്. പക്ഷെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം മാറി. പയ്യന്നൂരിൽ ഇദ്ദേഹത്തിനെതിരെ ഭീഷണി ഉയർത്തുന്ന ഒരു കൂട്ടം ആളുകൾ, അതോടൊപ്പം തന്നെ ഭീഷണി ഉയർത്തിയത് ഇയാളെ പ്രകോപിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന മറ്റു പല ആളുകളുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ RMP-യിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും ഇവിടെ മധുസൂദനനെ വീണ്ടും CPM മത്സരിപ്പിക്കുകയാണെങ്കിൽ RMP-യിൽ നിന്നും ഇദ്ദേഹം മത്സരിച്ചാൽ തീർച്ചയായും മധുസൂദനനെ പുഷ്പം പോലെ തോൽപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ CPM-ന്റെ കോട്ടയായി കൊണ്ടു നടക്കുന്ന പയ്യന്നൂരിലെ തിരിച്ചടി ഒരിക്കലും CPM-ന് ചെറുതായിരിക്കില്ല എന്നുള്ളതാണ്. കേരളം ഒട്ടാകെ അത് പ്രതിഫലിക്കുകയും CPM-ന് ഒരു ഇടിത്തിയായി മാറുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഇദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകരുത് എന്നുള്ളത് പ്രവർത്തകർക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു, ഇദ്ദേഹത്തിന്റെ വീടിന് മുൻപിൽ വന്നുകൊണ്ട് പല രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്തുന്നു, ഇദ്ദേഹത്തെ അനുകൂലിച്ച വ്യക്തികളുടെ ബൈക്ക് കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കണ്ണൂരിൽ യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഈ പറയുന്ന CPM എന്ന് പറയുന്നത് അതിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപ് നമ്മൾ ഈ ഒരു ഭയം അല്ലെങ്കിൽ ഈ ഒരു നിലയുമായി നമ്മൾ കണക്ട് ചെയ്യുന്നത് TP ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്.
അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ RMPയിലേക്ക് കുഞ്ഞികൃഷ്ണൻ പോകുന്നു എന്നുള്ള വാർത്തകൾക്ക് ചൂട് പിടിക്കുന്നത്. അദ്ദേഹം പെട്ടെന്നൊരു പാർട്ടി മാറലിലേക്ക് ഉണ്ടാകുമെന്നുള്ള സംശയമാണ്. പക്ഷേ പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്വം പോലും ഈ ഒരു കാരണം കൊണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് RMP എപ്പോഴും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണെന്നുള്ളതാണ് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇതുപോലെ തന്നെ മറ്റൊരു ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആരോപണം ഉയർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ഹസ്കർ ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും തന്റെ ഒരുപാട് വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് RMPയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് കമ്മ്യൂണിസ്റ്റിന്റെ ആശയങ്ങൾ ഇഷ്ടമാണ്, പക്ഷെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇഷ്ടമല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ RMPയിലേക്ക് പോകുന്നത്. അവിടെ ഇപ്പോൾ ഇന്ന് RMP UDFന്റെ ഭാഗമാണെങ്കിൽ പോലും ആ ഒരു റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി അതിന്റേതായ ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ ആതിര പറഞ്ഞു എന്ന് പറയുന്ന കാര്യത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. കാരണം കണ്ണൂർ എന്നല്ല, കേരളത്തിലെ ഒരു സ്ഥലത്തും പാർട്ടിയെ മുച്ചൂടും മുടിപ്പിക്കാൻ ആർക്കും ആകില്ല. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അതിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അതിനെ പാർട്ടിയെ അടിയുറച്ച് വിശ്വസിക്കുന്ന, പാർട്ടിയെ അന്ധമായി വിശ്വസിക്കുന്ന, പാർട്ടി അടിമകളാക്കി വെച്ചിരിക്കുന്ന പ്രവർത്തകർ തന്നെയാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു യുവ നേതാവുമായി, CPMന്റെ യുവ നേതാവുമായി സംസാരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, നമുക്ക് എല്ലാ കാര്യങ്ങളിലും എല്ലാ മനുഷ്യരോടും യോജിക്കാൻ കഴിയില്ല, അത് മാനുഷികമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാനും ഹർഷയും തമ്മിൽ ഒരുപോലെ ചിന്തിക്കുന്ന ആൾക്കാരായാൽ പോലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാം. അപ്പോൾ പാർട്ടിയുമായി ഒരു എതിരഭിപ്രായം ഉണ്ടായാൽ താങ്കൾ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുക? ഒരു ആത്മസംഘർഷം ഉണ്ടാകില്ലേ? പാർട്ടിയെ തള്ളിപ്പറയാൻ കഴിയില്ല, പക്ഷേ നമുക്ക് പാർട്ടിയോട് ഒരു വിയോജിപ്പുണ്ട്, അപ്പൊ എന്ത് പറയും എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ പാർട്ടി തീരുമാനിച്ചാണ്, ഒരുമിച്ച് സംസാരിച്ചാണ് ആലോചിക്കുക. അതെങ്ങനെയാണ് സംസാരിച്ച് ആലോചിക്കാൻ പറ്റുക? എല്ലാ പ്രവർത്തകരുടെയും ഉള്ളിൽ എന്തൊക്കെയോ അസ്വാരസ്യങ്ങൾ, എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട്. ഇത് പുറത്തു പറയാനുള്ള മടിയാണ് പല പ്രവർത്തകരെയും പാർട്ടിയിൽ പിടിച്ചു നിർത്തുന്നത്. അതെ, ഇപ്പോൾ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു, കോൺഗ്രസിന് ഇല്ല, കേരളത്തിൽ കോൺഗ്രസ് നശിച്ചു എന്നൊക്കെ ഒരു നറേറ്റീവ് നമ്മൾ കണ്ടിരുന്നു. അവിടെ നിന്ന് ഉയർന്നു വന്നില്ലേ? പോയ പ്രവർത്തകരെല്ലാം പോട്ടെ എന്ന് വിചാരിച്ച് വിശ്വസിക്കാത്ത ആൾക്കാരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നല്ലൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഒരു വലിയ തിരിച്ചുവരവുണ്ടായി. അപ്പോൾ ഈ പോയ പ്രവർത്തകരെല്ലാം തിരിച്ചു വരുന്നൊരു സാഹചര്യം കണ്ടു. ഞാൻ പറയുന്നത് ഈ പാർട്ടി അംഗത്വത്തിലേക്ക് വന്ന പ്രവർത്തകരല്ല, ഈ അനുയായികളുണ്ടല്ലോ, ഒരു കോൺഗ്രസ് അനുഭാവികൾ എന്ന് പറയുന്ന വ്യക്തികൾ. ഇതുപോലെ തന്നെയാണ് ഈ പാർട്ടിയിലെയും കാര്യം. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിലൊരു ഭയത്തിന്റെ എലമെന്റും കൂടെ ഉണ്ട്, ഭയത്തിന്റെ വിധേയത്വത്തിന്റെ ഒരു എലമെന്റ് ഉണ്ട്. അതിന്റെ കുറച്ചുകൂടെ കൃത്യമായി പറയുകയാണെങ്കിൽ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ SFIയുടെ ആദ്യ വർഷത്തിൽ SFIയുടെ കാൻഡിഡേറ്റ് ആയിരുന്ന ഒരു പെൺകുട്ടിയോട് SFIയുടെ ഫുൾ ഫോം എന്താന്ന് ചോദിച്ചു. ആ കുട്ടിക്ക് അത് അറിയില്ലായിരുന്നു. അപ്പോൾ ഇവരെല്ലാം ആകൃഷ്ടരാകുന്നത് എന്തോ ഒരു വലിയ എലമെന്റിലേക്കാണ്. ഇതിന്റെ ആദർശമോ, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്, ഇവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇവരുടെ രാഷ്ട്രീയം, ഇതൊന്നും മനസ്സിലാക്കിക്കൊണ്ടല്ല പലരും നിൽക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഇതിൽ വലിയ ഫാക്ടേഴ്സ് ആണ്. ഇപ്പൊ പയ്യന്നൂരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, രാഹുൽ രവീന്ദ്രന്റെ ഭാഷയിൽ പറഞ്ഞാൽ കോട്ട കൊത്തളമാണ്. ആണ്, അത് നമുക്ക് ഒരിക്കലും അല്ലാതെ പറയാൻ പറ്റില്ല. ആണ്, അത് മാറ്റാൻ സമയമെടുക്കും. ചിലപ്പോൾ ഒരു 30 വർഷങ്ങൾക്ക് ശേഷം അത് പൊട്ടിപ്പൊളിഞ്ഞിരിക്കാം, പക്ഷെ അടിത്തറ ശിഥിലമായിരിക്കുന്നു. ഈ പറയുന്നത് പോലെ പഴയ വലിയ പ്രൗഢ ഗംഭീരമായ കോട്ട കൊത്തളമല്ല, ഉണങ്ങി ശുഷ്കിച്ച്, അതെ, ഈ പറഞ്ഞ കുഞ്ഞികൃഷ്ണൻ എന്നൊരു വ്യക്തിയെ പാർട്ടി തള്ളിപ്പറഞ്ഞതോടുകൂടി പാർട്ടിയിലെ ഒരു വിഭാഗം ആൾക്കാർക്ക് ഒരു ചിന്ത ഉണ്ടാകുമല്ലോ, നാളെ എന്റെയും അവസ്ഥ ഇതാകുമെന്നൊരു ചിന്ത. അത് ഉറപ്പായും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകാം. അതുപോലെ തന്നെ പ്രവർത്തകർ അലേർട്ട് ആയിട്ടുണ്ടാവാം. ഇനിയുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിലും അത് പ്രതിഫലിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇതോടൊപ്പം തന്നെ ഈ പറയുന്ന ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് മാത്രമല്ല ഇദ്ദേഹം അവിടെ ഉന്നയിക്കുന്നത്. ഈ പറയുന്നത് പോലെ സഹകരണ ബാങ്കിന് വേണ്ടി ഭൂമി ഇടപാട് നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. EP ജയരാജന് കാണാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ BJPയുടെ നേതാവ് എന്തിനു വന്നു എന്നുള്ളൊരു ചോദ്യം അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതിന് അദ്ദേഹത്തിൻ്റെതായ ഒരു നിലപാട് അദ്ദേഹം ആ ഒരു പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പുസ്തകം ഇറങ്ങിയതോടുകൂടി CPM ഒന്നുകൂടി ഒരു പ്രതിരോധത്തിലായിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇത്തരത്തിൽ EP ജയരാജന്റെ മറ്റൊരു പുസ്തകം പുറത്തിറങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM വലിയ രീതിയിൽ ഒരു പ്രതിരോധത്തിലാവുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ന്യായീകരണങ്ങൾക്ക് നടക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. പലരും പല രീതിയിൽ പല കോണുകളിൽ നിന്നും ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. EP ജയരാജനെ തള്ളി പറയുന്നവരും ആ ഒരു പുസ്തകത്തെ ന്യായീകരിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ. ഇപ്പോൾ വീണ്ടും മറ്റൊരു പുസ്തകം കൂടി CPMനെതിരെ, അല്ലെങ്കിൽ CPMലെ ഇന്നത്തെ പ്രവർത്തകർക്കും ഇന്നത്തെ നേതാക്കന്മാർക്കും എതിരെ ഇറങ്ങുമ്പോൾ ഇത്തരത്തിൽ പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങിയാൽ CPMനി എവിടെ ചെന്ന്, അല്ലെങ്കിൽ CPMലെ ഇന്നത്തെ നേതാക്കന്മാരുടെ രാഷ്ട്രീയ ഭാവി എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് സംശയം തന്നെയാണ്. എന്തായാലും കുഞ്ഞികൃഷ്ണൻ RMPയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതിന് സ്ഥിരീകരണം വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വന്നു കഴിയുമ്പോൾ നമുക്കറിയാം അദ്ദേഹം ഇനി എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പ്ലാൻ എന്നുള്ളത്.